പ്രധാനമന്ത്രിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം തുടരുന്നു. UAE സന്ദർശനത്തിന് പിന്നാലെ നരേന്ദ്രമോദി നെതർലൻഡ്സിൽ എത്തി. പ്രധാനമന്ത്രി കിങ് വില്യം അലക്സാണ്ടർ, രാജ്ഞി മാക്സിമ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, ഗ്രീൻ എനർജി, വാണിജ്യം, സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. ഉഭയകക്ഷി ചർച്ചകൾ ആംസ്റ്റർഡാമിലെ ഭാരതീയ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങൾ ഐസൺ നൽകും. ഐസൺ, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ നെതർലാൻഡ് സന്ദർശനത്തിന് വിശദാംശങ്ങൾ പറയും. ഗൗതം, നെതർലൻഡ് സന്ദർശനം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വിസിറ്റാണ്. അതായത് നെതർലൻഡ്സിൽ നിന്നുമുള്ള ക്ഷണപ്രകാരം പ്രധാനമന്ത്രി എത്തുകയാണ്. റോബ്ജറ്റിൻ്റെ അതായത് പ്രധാനമന്ത്രി റോബ്ജറ്റിൻ്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നെതർലൻഡ്സിൽ എത്തിയിരിക്കുന്നത്. നെതർലൻഡ്സിൽ കൂടിക്കാഴ്ചകളും നിരവധി കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെതർലൻഡ്സിൻ്റെ രാജാവും രാജ്ഞിയുമായുള്ള കൂടിക്കാഴ്ചയും നടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഏറ്റവും നിർണായകമായൊരു നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ തുടർച്ചയായി ചെയ്യുന്നത് പോലെ ഇന്ത്യൻ സമൂഹവുമായി സംബന്ധിക്കുന്ന ഒരു നീക്കമുണ്ടാകും. ബിസിനസ് ടു ബിസിനസ് മീറ്റുകളുണ്ടാകും. അത്തരത്തിൽ വാണിജ്യ സമൂഹവുമായി അല്ലെങ്കിൽ കച്ചവടക്കാരുടെ ബിസിനസ് സമൂഹവുമായുള്ള കൂടിക്കാഴ്ചകളുണ്ടാകും. അത്തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുമെന്നത് ഏറ്റവും നിർണായകമായൊരു ഘടകമാണ്. പ്രധാനമായും ചർച്ചകളിൽ ഊന്നുന്നത് ഊർജ്ജം, അതുപോലെ തന്നെ സുരക്ഷ, അനുബന്ധമായ വിഷയങ്ങൾ അക്കാര്യത്തിലുമുള്ള, അതുപോലെ തന്നെ മനുഷ്യവിഭവശേഷി വിതരണം എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെയുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായി ഊന്നൽ നൽകുക. അത് സംബന്ധിച്ച ധാരണകൾക്കുള്ള ചർച്ചകളായിരിക്കും പ്രാധാന്യം നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഊർജ്ജരംഗത്ത്, അതായത് പാരമ്പര്യേതര ഊർജ്ജരംഗത്ത് നെതർലൻഡ്സിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന, ഇടപെടുന്നതിനും അത്തരത്തിൽ ലഭ്യമാക്കുന്നതിനും, ഭാരതത്തിന് ലഭ്യമാക്കുന്നതിനും അവ ഭാരതത്തിന് അനുകൂലമായി കൈകാര്യം ചെയ്യുന്നതിനുമുള്ള നീക്കങ്ങളിലൂന്നിയ ചർച്ചകളായിരിക്കും നടക്കുക. ഊർജ്ജ സംരക്ഷണം ഒരു പ്രധാന ഘടകമാണ് സന്ദർശനത്തിൻ്റേത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു സുപ്രധാനമായ നീക്കം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വാണിജ്യരംഗത്തുള്ള സഹകരണമാണ്. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDIs ഏറ്റവും കൂടുതൽ ഭാരതത്തിലേക്ക് എത്തിയ രാജ്യത്തിൽ 4ാമത് നിൽക്കുന്ന രാജ്യമാണ് നെതർലൻഡ്സ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള നിക്ഷേപം ഭാരതത്തിൽ നടത്തിയ ഒരു രാജ്യം, അവിടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ സംരംഭകരും എല്ലാം എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം ഭാരതം നൽകുന്നുണ്ട്. വാണിജ്യ ഇടപെടൽ, കയറ്റുമതിയിലും ഇറക്കുമതിയിലും വൻതോതിലുള്ള ബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നെതർലൻഡ്സ്. അതുകൊണ്ട് തന്നെ വിശാലമായ അർത്ഥത്തിലുള്ള സഹകരണം ഈ രാജ്യവുമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, ഐസൺ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം തുടരുകയാണ്. നെതർലൻഡ്സിലാണ് ഇന്ന് പ്രധാനമന്ത്രി ഉള്ളത്. ഇന്നലെ അദ്ദേഹം UAE ആയിരുന്നു. ഐസണാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർത്ത്